അള്ളാഹുവിന്റെ മുമ്പിൽ ഇബ്ലീസ് പറഞ്ഞു, പടച്ചവനെ, നിന്റെ അനുയായികളെ മുഴുവനും ഞാൻ പിഴപ്പിക്കും. അള്ളാഹ് പറഞ്ഞു, പറ്റൂല, അള്ളാഹ് എനിക്ക് ആയുസ് നീട്ടിത്തരണം. ഖിയാമത്ത് നാൾ വരെ ആയുസ് നീട്ടിക്കൊടുത്തു. ആദമിന്റെ ഒരു മകൻ ജനിച്ചാൽ അവന്റെ കൂടെ 2 മലക്കുകൾ കൂടും. എനിക്കും വേണം ശൈത്താൻ വരാൻ, നിനക്കും മക്കളെ തന്നിരിക്കുന്നു. എനിക്ക് എവിടെയും കയറിപ്പോകാനുള്ള അനുവാദം, മനുഷ്യന്റെ രക്തം പോകുന്ന നരമ്പുകളിലേക്ക് കയറിപ്പോകാനുള്ള അവകാശം വേണം. അള്ളാഹ് പറഞ്ഞു, എടുത്തോ. എന്നിട്ട് ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും. ഈ ആദമിന്റെ സന്താന പരമ്പരകൾ മുഴുവനും ഞാൻ പിഴപ്പിക്കും. അപ്പൊ അള്ളാഹ് പറഞ്ഞു, എല്ലാവരെയും പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല, എല്ലാവരെയും പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. എടാ, എനിക്ക് ചില നല്ല അടിമകളുണ്ട്. ആ അടിമകളുടെ മുമ്പിൽ നീ പരാജയപ്പെട്ടു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാഹുവെ, ലോകം മുഴുവനും തെറ്റു ചെയ്യുന്ന സമയം ഇബ്ലീസ് എല്ലാവരെയും പിഴപ്പിക്കുമ്പോ അൽഹംദുലില്ലാഹ് അള്ളാഹു ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്. അവരുടെ മുമ്പിലാണ് ഇബ്ലീസ് പരാജയപ്പെടുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലോകം തെറ്റു ചെയ്യുന്ന സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലത് ചെയ്യാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് ഈ പ്രസംഗം. അൽഹംദുലില്ലാഹ്.